ഏവർക്കും ഹോപ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുധീഷ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യുന്നത് മാത്സിൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഒന്നാമത് ചോദ്യം നോക്കിയേ. എയ്ക്ക് ഒരു ജോലി പൂർത്തീകരിക്കാൻ 16 ദിവസം ആവശ്യമാണ്. ബി എയേക്കാൾ 25% കാര്യക്ഷമത കൂടിയവനാണ്. സി ബിയേക്കാൾ 50% കാര്യക്ഷമത കൂടിയവനാണ് എങ്കിൽ അവർ ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തീകരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എയ്ക്ക് പൂർത്തീകരിക്കാനുള്ള ദിവസങ്ങളുടെ എണ്ണം എത്രയാണെന്ന് പറഞ്ഞു? 16 ആണെന്ന് പറഞ്ഞു. രണ്ടാം സെന്റൻസിലേക്ക് വരും. നമുക്ക് നോക്കിയേ, ബി എയേക്കാൾ. അപ്പോൾ അവന്മാർ തമ്മിലുള്ള ബന്ധം, എയും ബിയും തമ്മിലുള്ള ബന്ധം നോക്കിയേ. ബി എയേക്കാൾ 25 കൂടുതൽ. അപ്പോൾ ബി ആണ് കൂടുതൽ. എത്ര കൂടുതൽ? 25 കൂടെ കൂടുതൽ. അപ്പോൾ നമുക്ക് ബിക്ക് 125 എന്ന് കൊടുത്തുകൂടെ? ശതമാനമായതുകൊണ്ട് 100ന്റെ കൂടെ 25 കൂടെ കൂട്ടി 125. അപ്പോൾ എക്ക് നമുക്ക് 100 എന്ന് എടുത്തുകൂടെ? അതായത് എയേക്കാൾ 25 കൂടെ കൂടുതലാണ് ബി. നോക്കിക്കേ, ബി എയേക്കാൾ 25% കൂടുതൽ. അപ്പൊ ബി എക്ക് 100 ഉണ്ടെങ്കിൽ ഇയാളേക്കാൾ 25 കൂടെ കൂടുതൽ. ഇവനെ ഒന്ന് ചെറുതാക്കാൻ പറ്റും നോക്കിക്കേ. നമുക്ക് 100ഉം 125ഉം 25ന്റെ ഗുണിതമല്ലേ? അപ്പൊ 4 പ്രാവശ്യം, ഇവിടെ 5 പ്രാവശ്യം. അപ്പൊ എയും ബിയും തമ്മിലുള്ള അംശബന്ധം 4:5. അതേപോലെ അടുത്ത് നോക്കിക്കേ, സിയും ബിയും. നമുക്ക് പ്രത്യേകത, സി ബിയേക്കാൾ 50 കൂടുതൽ. സി ആണ് കൂടുതൽ, 50%. അപ്പൊ നമുക്ക് അവിടുന്ന് ബിയും സിയും തമ്മിലുള്ള ബന്ധം നോക്കാം. ആര് കൂടുതൽ? സി കൂടുതൽ. എത്ര കൂടുതൽ? 50 കൂടുതൽ. അപ്പൊ സിക്ക് നമ്മൾ 150 കൊടുക്കുന്നു. 50 കൂടെ കൂടുതലുണ്ടായിട്ട് 150 കൊടുക്കുന്നു. മറ്റേ ആളപ്പം 100 ആയിരിക്കുമല്ലോ. അപ്പൊ 100ഉം 150. ഇവന്മാരെ ഒന്ന് കട്ട് ചെയ്യാം. 100നെ 150ന്റെയും 50ന്റെ ഗുണിതങ്ങളല്ലേ? അപ്പൊ 2 പ്രാവശ്യം 100-നകത്ത് 50, 2 പ്രാവശ്യം 150 ആയപ്പോൾ 3 പ്രാവശ്യം. ഇപ്പൊ നമുക്ക് 2 റേഷ്യോ കിട്ടി. A:B 4:5, B:C 2:3. ഇവന്മാര് 3 പേരുടെ ഉള്ളത്. A:B:C ഒന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. നോക്കിക്കേ, A:B ഒന്ന് എടുത്തെഴുതി 4:5. B:C അവന്റെ താഴത്തോട്ട്, ബിയുടെ താഴത്തോട്ട് 2 കൊടുത്തു. സിയുടെ താഴത്തോട്ട് നേർക്കോട്ട് 3 കൊടുത്തു. ഇതിന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ താണ്ട് ഈ വരിയിൽ ഫില്ല് ചെയ്യാൻ താണ്ട് ഇതല്ലേ, ഈ 5നെ തന്നെ ഇങ്ങോട്ട് എഴുതി. ഈ വരിയിൽ നോക്കുമ്പോൾ ഫില്ല് ചെയ്യാൻ ഇങ്ങോട്ടല്ലേ ഉള്ളത്, അതുകൊണ്ട് ഈ 2നെ തന്നെ ഇങ്ങോട്ട് എഴുതി. ഗുണിക്കുമ്പോൾ നോക്കിയേ, 4 2 8, 5 2 10, 5 3 15. അപ്പൊ ഇവന്മാരുടെ എഫിഷ്യൻസിയുടെ അംശം ഒന്ന് നമുക്ക് കിട്ടി. എയുടെ എഫിഷ്യൻസി 8 ആണ്, ബിയുടേത് 10 ആണ്, റേഷ്യോ ആണ്. സിയുടേത് 15 ആണ്. ഇനി നമുക്ക് സെന്റൻസിലേക്ക് വരാം. എക്ക് ഒരു ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം? 16 ദിവസം. നമ്മൾ വർക്ക് ആൻഡ് ടൈമിനകത്ത് താണ്ട് ഈ ഒരു ട്രയാങ്കിൾ ഓർമ്മയുണ്ടോ നോക്കിക്കേ. WET വർക്ക്, എഫിഷ്യൻസി, ടൈം. വർക്ക് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? എഫിഷ്യൻസി ഇൻറ്റു ടൈം. ഞാൻ ഇങ്ങോട്ട് എഴുതാം. വർക്ക് ഇസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം. അപ്പൊ ടോട്ടൽ വർക്ക് നമ്മളൊന്ന് കണ്ടുപിടിക്കുക. ടോട്ടൽ വർക്ക് ശ്രദ്ധിക്കുക. വർക്കിന്റെ ഇക്വേഷൻ എന്തുവാ? എഫിഷ്യൻസി ഇൻറ്റു ടൈം. എഫിഷ്യൻസി ഇൻറ്റു ടൈം. നോക്ക്, ആര് ചെയ്ത ടൈം ഉള്ള നമുക്ക്? എ ചെയ്തതല്ലേ. അപ്പൊ എയുടെ മാത്രം എഫിഷ്യൻസി. ആരുടെ മാത്രം ഉള്ളേ? എയുടെ മാത്രം. അതുകൊണ്ട് എയുടെ മാത്രം എഫിഷ്യൻസി. എയുടെ എഫിഷ്യൻസി എത്ര ആയിരുന്നു? 8 അല്ലേ. അതുകൊണ്ട് 8 ഇൻറ്റു ടൈം. നോക്ക്, ടൈം, എ എടുത്ത ടൈം എത്ര ആണ്? 16 ദിവസം അല്ലേ. അപ്പൊ അതുകൊണ്ട് 16. 8 ഇൻറ്റു 16. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 8 ഗുണം, ഇത് മിശ്രഭിന്നമല്ലേ, വിഷമഭിന്നമാക്കിയാൽ 16 ഗുണം 2 32. ഒന്നുകൂടെ കൂട്ടി 33/2. കട്ട് ചെയ്ത് വെക്കാവോ? 8 കട്ട് ചെയ്താൽ 4 ഇൻറ്റു 33. ഗുണിക്കണമെന്നില്ല, അത് അതേപോലെ ഇട്ടാൽ മതി. നമുക്ക് ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 4 ഇൻറ്റു 33 കിട്ടി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഗുണിച്ചെഴുതാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഗുണിക്കാം. ഞാനത് ഗുണിക്കുന്നില്ല. ടോട്ടൽ വർക്ക് 4 ഇൻറ്റു 33 വന്നു. നമ്മുടെ ചോദ്യം, ഇവര് 3 പേരും കൂടെ ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. 3 പേരും കൂടി ചേർന്ന് ചെയ്യുന്ന, എയും ബിയും സിയും കൂടി ചേർന്ന് ചെയ്യുന്ന ടൈം നിങ്ങൾ തന്നെ പറ. ഇക്വേഷൻ ടൈം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ വർക്ക് ബൈ എഫിഷ്യൻസി. ടൈമിന്റെ ഇക്വേഷൻ നോക്ക്, വർക്ക് ബൈ എഫിഷ്യൻസി. വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. നോക്ക്, വർക്ക്, ടോട്ടൽ വർക്ക് നമുക്ക് എത്ര കിട്ടിയേ? 4 ഇൻറ്റു 33 അല്ലേ കിട്ടിയേ. അപ്പൊ വർക്കിന്റെ സ്ഥാനത്ത് നമ്മൾ കൊടുത്തു 4 ഇൻറ്റു 33 ബൈ എഫിഷ്യൻസി. ആരൊക്കെ ചേർന്ന? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അവന്മാരുടെ എഫിഷ്യൻസി നോക്ക്. എയുടേത് 8,
ബിയുടേത് 10, സിയുടേത് 15. അപ്പൊ ടോട്ടൽ എഫിഷ്യൻസി 8ഉം 10ഉം 15 കൂടെ കൂട്ടുന്നു. 8ഉം 10ഉം 18, 18ഉം 15 കൂടെ കൂട്ടിയാൽ 33. ടോട്ടൽ എഫിഷ്യൻസി 33. ഈ 33ഉം ഈ 33 കട്ട് ചെയ്ത് വെക്കാമല്ലോ. ബാക്കി അവശേഷിക്കുന്നത് ക്വസ്റ്റ്യന്റെ ആൻസർ. അവന്മാർ ഒരുമിച്ച് ആ ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കും? 4 ദിവസം. ക്വസ്റ്റ്യന്റെ ആൻസർ 4 ദിവസം. ഇവിടുന്ന് റേഷ്യോ ഇടുന്ന ഇത്തിരി കാര്യം മനസ്സിലാക്കിയെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കിയേ ഒന്നുകൂടെ. ബി എയേക്കാൾ 25. അപ്പൊ ബി ആണ് കൂടുതൽ, 25%. ബിക്ക് നമ്മൾ 125 കൊടുത്തു. എക്ക് അപ്പം 100. ഇവിടുത്തെ ഇവിടെ നോക്കിയേ, സി ബിയേക്കാൾ 50 കൂടുതൽ. അപ്പൊ സിക്കാണ് കൂടുതൽ, 50 കൂടുതൽ. സിക്ക് 150 എഴുതി, ബിക്ക് 100 എഴുതി. റേഷ്യോ കണ്ടുപിടിച്ചു, പറക്കേണ്ട ടൈമിൽ ഇക്വേഷൻ കണക്ട് ചെയ്തു. രണ്ടാമത്തെ ചോദ്യം, A:B 1:2 എങ്കിൽ 3 × A - B എത്ര എന്നാണ് ചോദ്യം. നോക്കിയേ, ഇവിടെ ഓപ്ഷനകത്ത് പ്രത്യേകത എല്ലായിടത്തും ബിയുടെ ടൈമാണ്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന റേഷ്യോനെ നമുക്കൊന്ന് ഭിന്നസംഖ്യയാക്കി ബിയുടെ ടൈമിലോട്ട് കൊണ്ടുവരാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊന്ന് എഴുതാം. A/B മാറ്റി ബൈ ആക്കി. A/B = 1/2. നമുക്ക് എന്തിന്റെ ടൈമിലാണ് വേണ്ടെന്ന് നോക്കി. ഓപ്ഷനകത്ത് എല്ലാം ബിയുടെ ടൈമിലല്ലേ. അപ്പൊ എയെ നമ്മൾ ബിയുടെ ടൈമിലോട്ട് ആക്കുക. ഈ ബിയെ ഇങ്ങോട്ടൊന്ന് ആക്കുന്നു. അതായത് A = 1/2 ബി. എയുടെ വില എന്തെന്ന് കിട്ടി? 1/2 ബി എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതിലേക്ക് പോവാം. എന്ത് ചോദ്യം? 3 × A - B അല്ലേ. അപ്പൊ നമ്മൾ അതൊന്ന് എടുത്തെഴുതാം. 3 × A - B. 3 × എയുടെ സ്ഥാനത്ത് നമുക്കുള്ളത് നോക്കിക്കേ. എക്ക് പകരം എന്ത് കൊടുക്കാം? 1/2 ബി എന്ന് കൊടുത്തൂടെ. അപ്പൊ എയുടെ സ്ഥാനത്തോട്ട് 1/2 ബി എന്ന് എഴുതി. ചിഹ്നം എന്തുവാ? മൈനസ് അതേപോലെ തന്നെ ഇട്ടു. ബിയെ മാറ്റമൊന്നും വരുത്തേണ്ട, ബി അതേപോലെ തന്നെ. കാരണം ഓപ്ഷനകത്ത് എല്ലാം ബിയുടെ ടൈമാണ് ഉള്ളത്. അതുകൊണ്ട് ഈ എക്ക് പകരം നമ്മൾ ബിയുടെ ടൈമിലോട്ട് കൊണ്ടുവന്നേ ഉള്ളൂ. ഈ 3 ഞാൻ അതേപോലെ തന്നെ എഴുതി. വേണമെങ്കിൽ ബ്രാക്കറ്റൊക്കെ അതേപോലെ ഇടാം. നോക്കിയേ, നിങ്ങളൊന്ന് ചിന്തിച്ചേ. അര ബി, 1/2 എന്ന് പറഞ്ഞാൽ അരയല്ലേ. അര ബിയിൽ നിന്ന് 1 ബി കുറയ്ക്കാൻ, അരയിൽ നിന്ന് 1 കുറയ്ക്കാൻ എന്ന് പറയുമ്പോൾ മൈനസ് അല്ലേ വരുന്നത്. അരയിൽ നിന്ന് 1 കുറച്ചാൽ മൈനസ്, 1ൽ നിന്ന് അര കുറച്ചാൽ അര ബി. കാര്യം മനസ്സിലായോ? അല്ലെങ്കിൽ ക്രോസ് ഒക്കെ ചെയ്ത് പോകണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നോക്കിയേ, അര ബിയിൽ നിന്ന് 1 ബി കുറയ്ക്കാൻ, അര ബിയിൽ നിന്ന് 1 ബി കുറച്ചാൽ അര ബി അല്ലേ. ഈ ഇവന്മാരെ തമ്മിൽ ഗുണിക്കാനല്ലേ. ആദ്യമേ ചിഹ്നം അങ്ങ് ഇട്ടു, മൈനസ് അതേപോലെ ഇട്ടു. 3 × 1 3 ബൈ 2 അതേപോലെ തന്നെ എഴുതി. പിന്നുള്ളത് ബി തന്നെ അല്ലേ. ക്വസ്റ്റിന്റെ ആൻസർ നോക്കിയേ, -3/2 ബി. ആൻസർ -3/2 ബി. വരുന്നത് ഓപ്ഷൻ ഏതാ? ആൻസർ സി, ഓപ്ഷൻ സി. അപ്പോൾ നമ്മുടെ മൂന്നാമത് ചോദ്യം നോക്കിയേ. ഒരു ക്ലാസ്സിലെ കുട്ടികൾ ലഭിച്ച മാർക്കിന്റെ മഹിതം 24. മഹിതം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കിയേ. മോഡ് എന്ന് പറയാം. മോഡ് അല്ലെങ്കിൽ മഹിതത്തിന്റെ വില 24. മാധ്യം ഓർമ്മയുണ്ടോ? മീൻ അല്ലെങ്കിൽ ശരാശരി തന്നെയാണ്. മാധ്യം അതിന്റെ വിലയാണ്, മീനിന്റെ വിലയാണ് 60. മധ്യമം കണ്ടുപിടിക്കാൻ, മധ്യമം എന്ന് പറഞ്ഞാൽ മീഡിയൻ കണ്ടുപിടിക്കാൻ. മീൻ, മീഡിയൻ, മോഡ്, ഇത് മൂന്നൂടെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഇക്വേഷൻ. അതിനെ ഇംപിരിക്കൽ ഫോർമുല എന്നൊക്കെ പറയുന്നത്. ആ പേരൊന്നും നിങ്ങൾ ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഇക്വേഷൻ നിങ്ങളൊന്ന് പഠിക്കണം. നോക്കിക്കേ, ഞാൻ ഇക്വേഷൻ ഒന്ന് എഴുതാം, ശ്രദ്ധിക്കുക. മോഡ് = അതിന്റെ മലയാളമാണ് എന്ത്? മഹിതം. മഹിതം സമം 3 മധ്യമം, 3 മധ്യമം മൈനസ് 2 മാധ്യം. മഹിതം സമം മോഡ് = 3 മീഡിയൻ മൈനസ് 2 മീൻ. അതിന്റെ മലയാളമാണ് എഴുതിയിട്ടേക്കുന്നത്. മഹിതം സമം 3 മധ്യമം മൈനസ് 2 മാധ്യം. ഇനി നമുക്കുള്ള വിലകൾ ഈ ഇക്വേഷൻ അതോട് കൊടുത്താൽ മതി. ഈ ഇക്വേഷനെ പറഞ്ഞ പേരാണ് ഇംപിരിക്കൽ ഫോർമുല. നോക്കാം പ്രത്യേകത. മഹിതത്തിന്റെ സ്ഥാനത്ത് നമുക്ക് 24 ഉണ്ട്. 24 സമം മധ്യമം നമുക്കറിയാവോ, അവനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അവൻ അതേപോലെ 3 മധ്യമം അതേപോലെ തന്നെ എഴുതി മൈനസ് 2 ഗുണം മാധ്യത്തിന്റെ സ്ഥാനത്ത് നമുക്ക് 60 ഉണ്ട്, 60 കൊടുത്തു. 24 അതേപോലെ തന്നെ നോക്കിക്കേ. 2 ഗുണം 60, 2 ഗുണം 60 എത്ര വരും? 120 അല്ലേ. 2 ഗുണം 60 120. എന്തിന്റെ 120? മൈനസ് അല്ലേ. ഈ മൈനസ് ടൈമിനെ ഞാൻ ഇങ്ങ് ഇപ്പുറത്തോട്ടാക്കുവോ? ഈ മൈനസ് സംഖ്യ ഇങ്ങ് ഇപ്പുറത്തോട്ടാക്കിയാൽ 2 ഗുണം 60 120 ആയേ. ആ മൈനസ് 120 ഇപ്പുറത്തോട്ടാക്കി പ്ലസ് 120 സമം 3 മധ്യമം എന്ന് കിട്ടി.
ഇവന്മാർ തമ്മിൽ കൂട്ടി വെച്ചാൽ പോരെ. 120ഉം 27 ചേർത്താൽ 144 സമം 3 മധ്യമം. നമുക്ക് വേണ്ടുന്ന എന്തിന്റെ വില? മധ്യമോ അല്ലെങ്കിൽ മീഡിയനിന്റെ വില. മീഡിയൻ കണ്ടുപിടിക്കാൻ ഈ ഗുണിക്കുന്ന 3നെ ഇപ്പുറത്തോട്ടാക്കിയാൽ പോരെ. 144/3 സമം മധ്യമം. 144നെ എത്ര കൊണ്ട് ഹരിച്ചു വെച്ചാൽ മതി? 3 കൊണ്ട് ഹരിച്ചു വെച്ചാൽ മതി. നിങ്ങൾ സൈഡിലോട്ട് മാറ്റി ഹരിച്ചു നോക്കിക്കോ. 144/3 എന്ന് പറയുമ്പോൾ എത്ര വരും? 48. ക്വസ്റ്റ്യന്റെ ആൻസർ 48. നാലാമത് ചോദ്യം നോക്കിക്കേ. ഒരു സമഭുജ ത്രികോണത്തിന്റെ വശത്തിന്റെ നീളം 12 സെന്റിമീറ്റർ എങ്കിൽ ആ ത്രികോണത്തിനകത്ത് വരയ്ക്കാൻ കഴിയുന്ന വൃത്തം, അതിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. ഈ സമഭുജ ത്രികോണത്തിന് അകത്ത് വരയ്ക്കുന്ന വൃത്തത്തിന്റെ വിസ്തീർണമാണ് ചോദ്യം. ഓക്കെ ആണേ, ഞാൻ ഇങ്ങോട്ട് എഴുതാം. വൃത്തത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഓർത്തോണേ. ഒരു വൃത്തത്തിന്റെ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? πr². പക്ഷെ നമുക്ക് ഇവിടെ ആരം തന്നിട്ടുണ്ടോ? സമഭുജ ത്രികോണത്തിന് എന്തു തന്നിരിക്കുന്നത്? വശമല്ലേ തന്നിരിക്കുന്നത്. ആ വശം വെച്ച് നിങ്ങൾ ആദ്യമേ എന്ത് കണ്ടുപിടിക്കണം? ആരം കണ്ടുപിടിക്കണം. ഈ വൃത്തത്തിന്റെ റേഡിയസ് കണ്ടുപിടിക്കണം. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ പഠിക്കണം. സമഭുജ ത്രികോണം ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, അതിന്റെ അകത്തുണ്ടാകുന്ന വൃത്തത്തിന്റെ ആരം, അതിനെ പറയുന്ന പേരാണ് അന്തർവൃത്തം. അതിന്റെ ആരം, അകത്തുണ്ടാകുന്ന വൃത്തത്തിന്റെ ആരം, അന്തർവൃത്തത്തിന്റെ ആരം, റേഡിയസ് ഓഫ് ഇൻ സർക്കിൾ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നോക്ക് നിങ്ങൾ. √3a/6. ഇത് പഠിക്കണേ. അകത്തുണ്ടാകുന്ന വൃത്തത്തിന്റെ ആരം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ √3a/6. നമുക്കുണ്ടല്ലോ എത്ര? 12. ഒരു സൈഡ് 12 ആണ് തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ √3 × 12/6 കട്ട് ചെയ്ത് വെച്ചാൽ പോരെ. ഇവിടെ 12ഉം 6ഉം, 12നകത്ത് 6 2 പ്രാവശ്യം. അപ്പൊ ആൻസർ 2√3 എന്ന് കിട്ടി. എന്തും ഇപ്പൊ കിട്ടിയ 2√3 എന്ന് പറയുന്നത് അകത്തുണ്ടാകുന്ന വൃത്തത്തിന്റെ ആരവേ കിട്ടിയോളൂ. ഈ ആരത്തിന്റെ സ്ഥാനത്താണ് എത്ര കിട്ടിയിരിക്കുന്നത്? 2√3. നമ്മുടെ ചോദ്യം ആ വൃത്തത്തിന്റെ എന്ത് കണ്ടുപിടിക്കാനാ? വൃത്തത്തിന്റെ വിസ്തീർണം. ഇക്വേഷൻ πr². പൈ ഞാൻ അതേപോലെ തന്നെ കൊടുത്തു. ആരമായിട്ട് നമുക്കുള്ളത് 2√3 അല്ലേ? അതങ്ങോട്ട് കൊടുക്കാം. 2√3 നോക്കിക്കേ. പൈ ഇൻറ്റു 2ന്റെ സ്ക്വയർ എത്ര ആണെന്ന് അറിയാം നമുക്ക്? 4 അല്ലേടെ. √3ന്റെ സ്ക്വയർ, √3 ഗുണം √3 എന്ന് പറഞ്ഞാൽ 3 അല്ലേ? 2ന്റെ സ്ക്വയർ 4, √3ന്റെ സ്ക്വയർ 3. 4 ഗുണം 3 12 എന്ന് കിട്ടി. അതിന്റെ കൂടെ പൈ കൂടി. ക്വസ്റ്റ്യന്റെ ആൻസർ 12 പൈ. യൂണിറ്റ് വേണമെങ്കിൽ ഇവിടെ സെന്റിമീറ്റർ ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് സെന്റിമീറ്റർ സ്ക്വയർ, വിസ്തീർണം ആയതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കൊടുക്കാം. 12 പൈ സെന്റിമീറ്റർ സ്ക്വയർ. നോക്കിയേ, അഞ്ചാമത് ചോദ്യം നോക്കിയേ. ഒരു കള്ളന്റെ വേഗത നമുക്ക് തന്നു 8 km/h. ആ കള്ളനെ പിന്തുടർന്ന് എന്ത് ചെയ്യുന്നു? ഒരു പോലീസുകാരൻ പോകുന്നു. ആ പോലീസുകാരന്റെ വേഗത നമുക്ക് തന്നു 10 km/h. ആ നിമിഷത്തിൽ അവർ തമ്മിലുള്ള അകലം, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് തന്നു 100 മീറ്റർ. എങ്കിൽ നമ്മുടെ ചോദ്യം എന്തുവാ? എത്ര സമയത്തിനുള്ളിൽ ആ പോലീസുകാരൻ കള്ളനെ പിടിക്കും? എത്ര സമയത്തിനുള്ളിൽ പോലീസുകാരൻ കള്ളനെ പിടിക്കും? ടൈമാണ് ചോദ്യം. നമുക്ക് ആ ട്രയാങ്കിളിലേക്ക് ഒന്ന് വന്നേ. ഏതാ ട്രയാങ്കിൾ? DST. ഡിസ്റ്റൻസ് ചോദിച്ചാൽ ഇക്വേഷൻ സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് ചോദിച്ചാൽ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം. ടൈം ചോദിച്ചാൽ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇവിടെ എന്തോ ചോദ്യം നോക്കിക്കേ. ടൈം, എത്ര സമയത്തിനുള്ളിൽ കള്ളനെ പിടിക്കും? അപ്പൊ ടൈം ആണ് ചോദ്യം. ടൈം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്മളൊന്ന് എഴുതി. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ്, പോലീസുകാരനും കള്ളനും തമ്മിലുള്ള അകലം എത്ര മീറ്റർ ആണെന്ന് നമ്മുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞു? 100 മീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഡിസ്റ്റൻസിന്റെ സ്ഥാനത്ത് 100 മീറ്റർ എന്ന് കൊടുത്തു. ഇനി സ്പീഡാണ് നമുക്ക് വേണ്ടുന്നത്. നോക്കിക്കേ, ഇവിടെ കള്ളനും ഉണ്ട് പോലീസുകാരനും ഉണ്ട്. ഒരു കള്ളനെ പിന്തുടർന്നാണ് ആര് പോകുന്നത്? പോലീസുകാരൻ പോകുന്നത്. അപ്പൊ 2 സ്പീഡ് നമുക്ക് തന്നു. 2 വ്യക്തികളെ കമ്പയർ ചെയ്യാൻ നമ്മൾ അവിടെ എടുക്കുന്നത് ആപേക്ഷിക വേഗത. ഓർത്ത് വെച്ചോണേ, ആപേക്ഷിക വേഗത. 2 ആൾക്കാരെ കമ്പയർ ചെയ്യുന്നതിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? റിലേറ്റീവ് സ്പീഡ്. ഇംഗ്ലീഷിൽ റിലേറ്റീവ് സ്പീഡ്. ഒരേ ദിശയാണെങ്കിൽ, ഒരേ ദിശയിലാണ് അവർ പോകുന്നതെങ്കിൽ സ്പീഡ് തമ്മിൽ കുറയ്ക്കുന്നു. ഒരേ ദിശയാണെങ്കിൽ സ്പീഡ് തമ്മിൽ കുറയ്ക്കുന്നു. വലുത് ചെറുത് കുറച്ചാൽ മതി. വിപരീത ദിശയാണെങ്കിൽ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ സ്പീഡ് തമ്മിൽ കൂട്ടുന്നു. അതിനെ പറയുന്ന പേരാണ് ആപേക്ഷിക വേഗത. പഠിച്ചു വെച്ചോണേ. റിലേറ്റീവ് സ്പീഡ് അല്ലെങ്കിൽ ആപേക്ഷിക വേഗത. ഒരേ ദിശയാണോ സ്പീഡ് തമ്മിൽ കുറച്ചോണം, വിപരീത ദിശയാണോ സ്പീഡ് തമ്മിൽ കൂട്ടിക്കോണം.
രണ്ട് വ്യക്തികളെ കമ്പയർ ചെയ്യാനാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ആപേക്ഷിക വേഗത. ഇവിടെ നോക്കിക്കേ, കള്ളനെ പിന്തുടർന്നാണ് ആര് പോകുന്നത്? പോലീസുകാരൻ പോകുന്നത്. അപ്പോൾ ഒരേ ദിശയായിരിക്കോ വിപരീത ദിശയായിരിക്കോ? സെയിം ഡയറക്ഷൻ തന്നെ അല്ലേ? ഒരേ ദിശയാകുമ്പം സ്പീഡ് തമ്മിൽ കുറച്ചാൽ പോരെ. അപ്പോൾ അവിടുത്തെ സ്പീഡിന് വേണ്ടി നോക്ക്, ഡിസ്റ്റൻസ് നമുക്ക് 100 മീറ്റർ എന്നുണ്ട്. സ്പീഡ് ഞാൻ ഇങ്ങോട്ട് ഇടുവാണ്. സ്പീഡിന് വേണ്ടിയുള്ള പ്രത്യേകത നോക്ക്, ഇവിടെ 8 km/h, ഇവിടെ 10 km/h. ഒരേ ദിശയായതുകൊണ്ട് സ്പീഡ് തമ്മിൽ കുറയ്ക്കുന്നു. വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി. 10ൽ നിന്ന് 8 കുറച്ചു, 10ൽ നിന്ന് 8 കുറച്ചു. കുറയ്ക്കാനുള്ള കാരണം എന്താ? ഒരേ ദിശ. വിപരീതമാണെങ്കിൽ കൂട്ടിയാനെ നമ്മൾ. ഒരേ ദിശയായതുകൊണ്ട് ഇത് കുറയ്ക്കുന്നു. 10 - 8 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 2 km/h എന്ന് കിട്ടി. പക്ഷെ ഇവിടെ യൂണിറ്റ് നോക്കിയേ, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് അവിടെ തന്നിരിക്കുന്നത് മീറ്ററിലല്ലേ, ഇവിടെ കിലോമീറ്ററിലല്ലേ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ km/h മീറ്റർ/സെക്കൻഡിലോട്ടാക്കാൻ. അവിടെ നിന്ന് അടുത്ത ഒരു പ്രത്യേക കൂടി നോക്ക്, km/h എന്തിലേക്ക് മാറ്റാൻ? മീറ്റർ/സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കുന്നു. km/h മീറ്റർ/സെക്കൻഡിലോട്ടാക്കാൻ എത്ര കൊണ്ട് ഗുണിച്ചു? 5/18 കൊണ്ട് ഗുണിച്ചു. നോക്കാം, per step 2 × 5/18. കട്ട് ചെയ്ത് വെക്കാൻ പറ്റുമോ നോക്ക്. ഈ രണ്ടും 18 കട്ട് ചെയ്താൽ 9 എന്ന് കിട്ടത്തില്ലേ? ക്ലിയർ ആണോ അത്രയും കാര്യം? അപ്പൊ 9 മീറ്റർ/സെക്കൻഡ്, സോറി 5/9 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടി. അപ്പൊ സ്പീഡിന്റെ സ്ഥാനത്ത് നമ്മൾ എത്ര കൊടുക്കുന്നു? 5/9 മീറ്റർ/സെക്കൻഡ്. ഇവിടെ മീറ്ററിലായി, ഇവിടെ മീറ്ററിലായി. ഇനി നമ്മൾ ഹരിച്ചു വെക്കുന്നു. ഈ താഴത്തെ 9 നമുക്ക് അങ്ങ് മേലെ കൊണ്ടുവന്നാൽ പോരെ? താഴത്തെ 9 അങ്ങ് മേലോട്ടാക്കി. പറ സ്റ്റെപ്പ് പറ. 100 × 9 എത്രന്ന് കിട്ടി? 5 എന്ന് വന്നു. 10നകത്ത് 5 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. 20 സംഖ്യ 20 × 9. 20 × 9 എത്ര വന്നേ? 180 എന്ന് കിട്ടി. അത്ര എന്തുവാ? ടൈം. ടൈമിന്റെ യൂണിറ്റ് ആയിട്ട് അവിടെ കിടക്കുന്നത് എന്തുവാ? സെക്കൻഡാ കിട്ടി. 180 എന്തെന്ന് കിട്ടി? സെക്കൻഡ് എന്ന് കിട്ടി. ഓപ്ഷനിലേക്ക് വരാം നമ്മൾ. സെക്കൻഡ് ഉണ്ടോ നോക്കി. എല്ലായിടത്തും എന്തിലാ കിടക്കുന്നത്? മിനിറ്റിലാ കിടക്കുന്നത്. അപ്പൊ ഈ സെക്കൻഡിനെ നമ്മൾ എന്തിലേക്കാക്കുന്നു? മിനിറ്റിലോട്ടാക്കുന്നു. സെക്കൻഡിനെ മിനിറ്റോട്ടാക്കാൻ നോക്കുക. 1 മിനിറ്റ് എന്ന് പറഞ്ഞതല്ലേ 60 സെക്കൻഡ്. ഇവിടെ എത്ര സെക്കൻഡാ? 180 സെക്കൻഡ്. 180 സെക്കൻഡ് എന്ന് പറയുമ്പോൾ എത്ര മിനിറ്റ് വരും? 3 മിനിറ്റ്. 180 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? 3 മിനിറ്റ്. നമ്മൾ അടിച്ചു നോക്കിയേ, 5 ആളുകളെ വൃത്താകൃതിയിൽ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 5 ആൾക്കാരെ വൃത്താകൃതിയിൽ എത്ര രീതിയിൽ ക്രമീകരിക്കാൻ പറ്റും എന്നാണ് ചോദ്യം. നോക്കിയേ, വൃത്താകൃതിയിൽ അറേഞ്ച് ചെയ്ത് ചോദിച്ചാൽ തരുന്ന എണ്ണത്തിൽ നിന്ന് നിങ്ങൾ ഒന്ന് കുറയ്ക്കുക, അവന്റെ ഫാക്ടോറിയൽ എടുക്കുക. അതാണ് ഇങ്ങനെ ഒരു വര, അതിന്റെ താഴെ ഒരു കുത്ത്. അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. തരുന്ന എണ്ണത്തിൽ നിന്ന് ഒന്ന് കുറച്ചു അതിന്റെ ഫാക്ടോറിയൽ. വൃത്താകൃതിയിൽ അറേഞ്ച് ചെയ്യുന്ന ചോദിച്ചാൽ തരുന്ന എണ്ണത്തിൽ നിന്ന് ഒന്ന് കുറച്ചു അതിന്റെ ഫാക്ടോറിയൽ. എണ്ണം എത്ര ആൾക്കാരാ ഉള്ളത്? 5 അല്ലേ? 5ൽ നിന്ന് ഒന്ന് കുറയ്ക്കാൻ 5 - 1 എന്ന് പറയുമ്പോൾ എത്ര വരും? 4. ആ 4ന്റെ എന്തെടുത്താൽ മതി? ഫാക്ടോറിയൽ. തരുന്ന എണ്ണത്തിൽ നിന്ന് ഒന്ന് കുറച്ചു അതിന്റെ ഫാക്ടോറിയൽ. ശ്രദ്ധിക്കണേ, ഇവിടുത്തെ പ്രത്യേകത 4ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 4 വരെ ഗുണിക്കാൻ. 1 × 2 × 3 × 4. 5ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 5 വരെ ഗുണിക്കുക. 6ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 6 വരെ ഗുണിക്കുക. ഇവിടെ 4ന്റെ ഫാക്ടോറിയൽ കിട്ടി. ആ 4ന്റെ ഫാക്ടോറിയൽ കിട്ടി എങ്ങനെയാ? n-1 ഫാക്ടോറിയൽ. അത് എവിടെ നിന്നാ വന്നേ? വൃത്താകൃതിയിൽ അറേഞ്ച് ചെയ്യുന്ന ചോദിച്ചാൽ n-1 ഫാക്ടോറിയൽ. n 5, 5ൽ നിന്ന് 1 കുറച്ചു 4. 4ന്റെ ഫാക്ടോറിയൽ 1 തൊട്ട് 4 വരെ നമ്മൾ ഗുണിക്കുന്നു. 1 × 2 2, 2 × 3 6, 6 4 24. ക്വസ്റ്റ്യന്റെ ആൻസർ 24 എന്ന് കിട്ടി. അപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം, വൃത്താകൃതിയിൽ അറേഞ്ച് ചെയ്യുന്ന ചോദിച്ചാലാണ് n-1 ഫാക്ടോറിയൽ. ഇനി ഇതേ ചോദ്യം തന്നെ വരിയിൽ അറേഞ്ച് ചെയ്യുന്ന ചോദിക്കാം. വരിയിൽ അറേഞ്ച് ചെയ്യുന്ന ചോദിച്ചാൽ n ഫാക്ടോറിയൽ. 5 ആളുകളെ ഒരു വരിയിൽ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ n ആൾക്കാരെ ഒരു വരിയിൽ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ n ഫാക്ടോറിയൽ. ഇതെന്തുവാ? വൃത്താകൃതി n-1 ഫാക്ടോറിയൽ. വൃത്താകൃതി n-1 ഫാക്ടോറിയൽ. n ഫാക്ടോറിയൽ. വരിയിൽ എത്ര രീതിയിൽ? n ഫാക്ടോറിയൽ. വൃത്താകൃതി n-1 ഫാക്ടോറിയൽ. അടുത്ത ചോദ്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ കൊടുത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഇവിടെ 3ൽ 1, 3ൽ 2, 4ൽ 3, 2ൽ 1 എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ കൊടുക്കുക. ആ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോക്കിക്കേ, ഇവിടെ എല്ലാം 3ൽ 1, 3ൽ 2, 2ൽ 1, 3ൽ 1, 3ൽ 2, 3ൽ 2 3ഒക്കെ അല്ലേ ഛേദമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 3ന്റെ ഗുണിതമായിട്ടുള്ള ഇത്തിരി വലിയൊരു സംഖ്യ, 2 അക്ക സംഖ്യയോ 3 അക്ക സംഖ്യയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. ഞാൻ താണ്ടെ ഇവിടെ ഒരു 90 കൊടുക്കുക. ആ കമ്പനിയിലെ ആകെ ജീവനക്കാരുടെ എണ്ണം എത്ര എടുക്കുന്നു? 90. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇവിടെ 3 എല്ലായിടത്തും ചെറിയൊരു 3 ഒക്കെ കിടക്കുന്നതുകൊണ്ട് ഒരു 3ന്റെ ഗുണിതമായിട്ടുള്ള 90 കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് 60, 120, 90, 180 എത്ര വേണമെങ്കിലും കൊടുത്ത് ചെയ്യാം.
അപ്പൊ നമ്മളിവിടെ സങ്കല്പിക്കുവാണ് ആകെ എത്ര ജീവനക്കാരുണ്ട്? 90 ജീവനക്കാരുണ്ടെന്ന് എടുക്കോ. ബാക്കി അതിനകത്ത് 1/3 പേര് എന്താണെന്ന് പറഞ്ഞു? സ്ത്രീകളാണെന്ന് പറഞ്ഞു. അപ്പൊ ആകെയുള്ള 90ന്റെ എത്രയിലൊന്ന്? 1/3. ഞാൻ സൈഡിലോട്ടൊന്ന് ചെയ്ത് കാണിക്കാവേ. 90 ഗുണം 1/3. ഈ ഒരു 90 3 കട്ട് ചെയ്താൽ 30 കിട്ടും. 1 × 30 30. അപ്പൊ സ്ത്രീകളുടെ എണ്ണം നമുക്ക് എത്രന്ന് കിട്ടി? 30 കിട്ടി. 90 പേരുള്ളതിനകത്ത് എത്ര പേര് സ്ത്രീകൾ? 30 പേര് സ്ത്രീകളാ. ബാക്കി ആരായിരിക്കും? പുരുഷന്മാരല്ലേ. അതായത് 2/3 ഭാഗം. 1/3 നമ്മൾ കണ്ടുപിടിച്ചു 30. 90ന്ന് 30 പൊക്കഴിഞ്ഞാൽ ബാലൻസ് പുരുഷന്മാരല്ലേ. വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം 90 × 3/2 ഒക്കെ ചെയ്യാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. 90ന്ന് 30 കുറച്ചാൽ മൊത്തത്തിൽ 90 പേരാ. സ്ത്രീകൾ 30 ആണെങ്കിൽ ബാലൻസ് 60 അല്ലേ. അല്ലെങ്കിൽ കട്ട് ചെയ്ത് വെച്ച് ചെയ്ത് നോക്കിയോ. 30 × 2 എത്രന്ന് കിട്ടി? 60 കിട്ടി. ആകെ 90 പേരുണ്ടെങ്കിൽ 30 പേര് സ്ത്രീകളും 60 പേര് പുരുഷന്മാരും. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞേ. ഇനി രണ്ടാമത്തെ സെൻസിലേക്ക് വരുക. നോക്ക്, ആ സ്ത്രീകളിൽ, അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളിൽ നോക്കിക്കേ, 2/1 ഭാഗം വിവാഹിതരാണ്. സ്ത്രീകളുടെ എണ്ണം എത്രന്നാ കിട്ടിയേ? 30 എന്നല്ലേ കിട്ടിയേ. അപ്പൊ ആ 30ന്റെ എത്രയിലൊന്ന്? 2/1 കണ്ടുപിടിക്കാൻ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. 30 ഗുണം 1/2. ഇവിടെ ഇവനും കളഞ്ഞു, 15 എന്ന് കിട്ടി. 1 ഗുണം 15. വിവാഹിതർ 30 പേരിനകത്ത്, 30 സ്ത്രീകളിനകത്ത് എത്ര പേരാ കല്യാണം കഴിച്ചത്? 15 പേരാ. എങ്കിൽ ബാലൻസ് 15 പേര് അവിവാഹിതരായിരിക്കത്തില്ലേ? 15 പേര് കല്യാണം കഴിക്കാത്തവരായിരിക്കത്തില്ലേ? 30 പേരുണ്ടാകുന്നതെന്ന് 15 പേര് കല്യാണം കഴിച്ചു. ബാലൻസ് 15 പേര്. ഓക്കെ ആണേ. ഇനി ആ വിവാഹിതരിൽ, ആ കല്യാണം കഴിച്ചവരുടെ 1/3 എന്ത്? കുട്ടികൾ. കല്യാണം കഴിച്ചത് എത്രയായിരുന്നു? 15. ആ 15ന്റെ 1/3 പേർക്കാണ് കുട്ടികൾ. നോക്കാം, 15ന്റെ 1/3. 15ന്റെ 1/3 എന്ന് പറയുമ്പോൾ കട്ട് ചെയ്ത് 5. 1 × 5 5 എന്ന് കിട്ടി. കുട്ടികളുള്ളത് 15 പേരിൽ, ഈ വിവാഹം കഴിച്ചവരിൽ, കല്യാണം കഴിച്ചവരിൽ നോക്ക് 5 പേർക്കാണ് കുട്ടികൾ. 15 പേരിൽ 5 പേർക്കാണ് കുട്ടികൾ. അപ്പൊ കുട്ടികളില്ലാത്തവർ എത്ര പേരായിരിക്കും? കുട്ടികളില്ലാത്തവർ 10 പേരായിരിക്കും. 15ൽ നിന്ന് ഈ 5 കുറച്ചു 10. അതേപോലെ അപ്പുറത്തും അതേ സ്റ്റെപ്പ് തന്നെ ചെയ്തു വരുന്നു. നോക്കിക്കേ, ആകെ 90 പേര്. പുരുഷന്മാരുടെ എണ്ണം നമുക്ക് 60 കിട്ടി. ആ 60ന്റെ എത്ര ഭാഗം? 4/3 ഭാഗമാണ് കല്യാണം കഴിച്ചത്. കണ്ടുപിടിക്കാം. 60ന്റെ 4/3. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ കട്ട് ചെയ്യാം. 60ഉം 4 കട്ട് ചെയ്തു 15. 15 × 3 എന്ന് പറയുന്നത് എത്ര കിട്ടി? 45 പേര്. കല്യാണം കഴിച്ചവര് 45 പേര്. വിവാഹിതര് 45 പേര്. 60നകത്ത് കല്യാണം കഴിച്ചത് 45. ബാലൻസ് ഇനി എത്ര കാണും? 60ൽ നിന്ന് 45 പോയി കഴിഞ്ഞാൽ ബാലൻസ് എത്ര കാണും? 15 കാണത്തില്ലേ? അപ്പൊ 15 പേരാണ് കല്യാണം കഴിക്കാത്തവര്. ഓക്കെ. ഇനി അടുത്ത സെൻസിലേക്ക് വരുന്നു. ആ വിവാഹിതരായവരിൽ, ആ 45 പേരിൽ 2/3 ഭാഗത്തിന് കുട്ടികളുണ്ട്. ആകെ കല്യാണം കഴിച്ചവര് 45. അതിനകത്ത് 2/3 പേർക്കാണ് കുട്ടികളുണ്ട്. അപ്പൊ 45ന്റെ എത്ര കണ്ടുപിടിക്കുന്നു? 2/3 കണ്ടുപിടിക്കുന്നു. 45 ഗുണം 2/3. എടാ, ഈ 45 3 കട്ട് ചെയ്ത് 15 എന്ന് വരത്തില്ലേ? 15 ഗുണം 2. 15 × 2 എന്ന് പറയുമ്പോൾ എത്ര? 30 പേർക്ക് കുട്ടികളുണ്ട്. 45 പേര് കല്യാണം കഴിച്ചു. അതിനകത്ത് എത്ര പേർക്ക് കുട്ടികളുണ്ട്? 30 പേർക്ക് കുട്ടികളുണ്ട്. കുട്ടികളില്ലാത്തവർ അവിടെ എത്ര പേരായിരിക്കും? 15 പേരല്ലേ. ഈ 45ൽ നിന്ന് ഈ 30 കുറച്ചാൽ ബാലൻസ് 15 അല്ലേ. ഇനി നമ്മുടെ ചോദ്യം, നമ്മുടെ ക്വസ്റ്റ്യൻ, ആകെ ഉള്ള ആൾക്കാരിൽ കുട്ടികളില്ലാത്തവർ എത്ര പേർ? കുട്ടികളില്ലാത്തവർ എത്ര പേർ എന്ന് പറയുമ്പോൾ ആകെ എണ്ണം എത്ര? 90 എന്ന് കിട്ടി. കുട്ടികളില്ലാത്തവരുടെ എണ്ണമാണ് നമുക്ക് വേണ്ടുന്നത്. നോക്കിക്കേ, കുട്ടികളില്ലാത്ത, വിവാഹം കഴിച്ചവരിൽ കുട്ടികളില്ലാത്തവര് 10 പേരുണ്ട്. വിവാഹം കഴിക്കാത്തവർക്ക് കുട്ടികൾ കാണത്തില്ലല്ലോ. അപ്പൊ ഈ 15 കൂടെ എടുക്കണ്ടേ? അപ്പൊ സ്ത്രീകളിൽ ഈ 10ഉം ഈ 15ഉം, ഈ 10ഉം ഈ 15ഉം. കാരണം ഇവർക്കും കുട്ടികളില്ല, ഇവർക്കും കുട്ടികളില്ല. കല്യാണം കഴിക്കാത്തവർക്ക് കുട്ടികൾ കാണത്തില്ലല്ലോ, സ്വാഭാവികം. പോട്ടെ, ഈ 15ഉം ഈ 10ഉം, 15ഉം 10 ചേർത്ത് 25. ഇവിടെ 15, ഇവിടെ 15. 15ഉം 15ഉം ചേർത്ത് 30. 30ഉം ഈ 25ഉം, 30ഉം 25 ചേർക്കുമ്പോൾ എത്ര ആയി? 55 ആയില്ലേ. നോക്കിക്കേ ഒന്നുകൂടെ, ഈ 15 വരും, ഈ 10 വരും, 25 ആയി. ഇവിടെ ഈ 15 ഉണ്ട്, ഈ 15 ഉണ്ട്. 15ഉം 15ഉം 30, 30ഉം 10ഉം 40, 40ഉം 15ഉം 55 പേര്. കുട്ടികളില്ലാത്തവർ എത്ര പേർക്കാ? 55 പേർക്കാ. അപ്പൊ 90ൽ എത്രന്ന് കിട്ടി? 55 എന്ന് കിട്ടി. ചെറുതാക്കാൻ പറ്റുന്നെങ്കിൽ ചെറുതാക്കി എഴുത്. ഭിന്നസംഖ്യയല്ലേ നമുക്ക് വേണ്ടുന്നത്. ഇവനെ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ. ഇതിനെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 11 കിട്ടും.
ഇവനെ 5 കൊണ്ട് ഹരിച്ചു വെച്ചാൽ 90-നകത്ത് 5 18 എന്നും കിട്ടും. ക്വസ്റ്റ്യന്റെ ആൻസർ 11/18. 11/18. 11/18. ചെയ്ത രീതി മനസ്സിലായോ? ഇത്തിരി കോംപ്ലിക്കേഷൻ ആണ്, കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ ഇവിടെ കൊടുക്കാം. ഇവിടെ കൂടുതലും 3 അല്ലേ ഛേദമായിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് ആ 3ന്റെ ഏതെങ്കിലും ഗുണിതങ്ങൾ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. 2 അക്കോ 3 അക്കോ 30, 60, 90, 120, 180 നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. പോയിന്റ് വരാതെ ചെയ്ത് അത് നിങ്ങളുടെ ലോജിക്കാണ്. അതിനനുസരിച്ച് ആൻസറിലേക്ക് വരും. നമ്മൾ അടുത്ത ചോദ്യം നോക്കിക്കേ. x/2 = y/3 = z/5. കണ്ടുപിടിക്കേണ്ട നോക്കുക. x + y - z/x - y + z. ഒന്നുമില്ല. ഇത്രയും ചോദ്യം വരുമ്പോൾ ഇങ്ങനെ ഒരു ടൈപ്പാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നടുക്ക് സമചിഹ്നം തന്നല്ലേ x/2 y/3 z/5. നിങ്ങൾ നേരിട്ട് അങ്ങ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട. അവിടെ എക്സിന്റെ സ്ഥാനത്തോട്ട് നമുക്ക് എത്ര കൊടുക്കാം? 2 കൊടുക്കാം. വൈയുടെ സ്ഥാനത്തോട്ട് y വരുന്നോട്ട് നമുക്ക് 3 കൊടുക്കാം. z വരുന്നത് എത്ര കൊടുക്കാം? 5 കൊടുക്കാം. ആ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് കണ്ടുപിടിക്കാനകത്തോട്ട് നോക്കാം. കൊടുത്ത് നോക്കാം. എക്സിന് നമ്മൾ 2, x വന്നെടുത്ത് 2 പ്ലസ് y വരുന്നിടത്ത് 3 ചിഹ്നം മൈനസ് z വരുന്നിടത്ത് 5 ഡിവൈഡഡ് ബൈ x - y പ്ലസ് z. നോക്കുക. എക്സിന്റെ സ്ഥാനത്ത് 2 ചിഹ്നം മൈനസ് അല്ലേ, വൈയുടെ സ്ഥാനത്ത് 3 ബാക്കി പ്ലസ് 5. നോക്കിക്കേ മേളത്തെ പ്രത്യേകത കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നോക്കാം. ബോർഡ് മാസ് ഒന്നും യൂസ് ചെയ്യേണ്ട, നേരിട്ട് പ്ലസ് മൈനസ് അല്ലേ നേരിട്ട് അങ്ങ് ചെയ്ത് പോയാൽ മതി. 3ഉം 2ഉം കൂടെ കൂട്ടി 5. 5-ന്ന് 5 കുറയ്ക്കാൻ 3ഉം 2ഉം 5. 5-ന്ന് 5 കുറച്ചാൽ 0. മേളിൽ 0 അല്ലേ കിട്ടിയേ. 0 കൊണ്ട് മേളിൽ കിടക്കുന്ന 0 കൊണ്ട് ഏത് നമ്പറിനെ ഡിവൈഡ് ചെയ്താലും ക്വസ്റ്റ്യന്റെ ആൻസർ എത്രയായിരിക്കും? 0 തന്നെയായിരിക്കും. 0/any നമ്പർ. 0/any നമ്പർ എന്ന് പറയുമ്പോൾ ആൻസർ എത്രയായിരിക്കും? 0 ആയിരിക്കും. താഴെയാണ് 0 വന്നിരുന്നെങ്കിൽ നമുക്ക് ഹരിക്കാനോ ഒന്നും പറ്റത്തില്ല. നോട്ട് ഡിഫൈൻഡ്. ഇവിടെ മേളിലാണ് കിടക്കുന്ന 0. അതുകൊണ്ട് 0/any നമ്പർ എന്ന് പറയുമ്പോൾ എത്ര തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. നോക്കാം. താഴത്ത് നോക്കി അല്ലെങ്കിൽ താഴത്ത് നിന്ന് ഹരിച്ചു നോക്കുക. 2ൽ നിന്ന് 3 കുറയ്ക്കാൻ 2 - 3 -1 -1 പ്ലസ് 5 -1 പ്ലസ് 5 4. 5-ന്ന് 1 കുറച്ചാൽ 4. വലതിന്റെ ചിഹ്നം പ്ലസ് അല്ലേ 4. 0/4. 0/4. 4 വന്ന് എങ്ങനെയാണെന്ന് പിടി കിട്ടിയോ? സംശയം ഉണ്ടെങ്കിൽ നോക്ക്. പ്ലസ് ചെയ്യാനുള്ള പ്ലസ് ഇവിടെ +2 + 5. 5ഉം 2ഉം 7. 7-ന്ന് 3 കുറയ്ക്കാൻ 7-ന്ന് 3 കുറച്ചാൽ 4 അല്ലേ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് മേളിൽ 0 കിട്ടി. 0 മേളിൽ വന്നാൽ താഴെ ഏത് നമ്പർ ആയാലും 0 ഒഴിച്ച് താഴെ ഏത് നമ്പർ ആയാലും ക്വസ്റ്റ്യന്റെ ആൻസർ 0 ആയിരിക്കും. അപ്പോൾ അടുത്ത ചോദ്യം നോക്കിയേ. ഒരു നഗരത്തിലെ ജനസംഖ്യ വർഷം തോറും എത്ര ശതമാനം വർദ്ധിക്കുന്നു? 5% വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനസംഖ്യ 5% വീതം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കിക്കേ. ഇപ്പോഴത്തെ ജനസംഖ്യ 1,76,400 ആണെങ്കിൽ 2 വർഷം മുൻപുള്ള ജനസംഖ്യ എത്ര? ഇത്രയൊക്കെ ചോദ്യം തന്നാൽ നമുക്ക് 2 വർഷം മുൻപുള്ളതാണ് വേണ്ടുന്നത്. നമുക്ക് x എന്ന് കൊടുക്കാം. 2 വർഷം മുൻപുള്ളതിന് നമ്മൾ എന്തെന്ന് എടുക്കുന്നു? x എന്ന് എടുക്കുന്നു. എന്തോ അവർ പറഞ്ഞേക്കുന്നത്? ഓരോ വർഷം കൂടുന്തോറും എത്ര കൂടിക്കൊണ്ടിരിക്കുക? 5% വീതം കൂടിക്കൊണ്ടിരിക്കുക. നമ്മൾ ആകെ ഉള്ളത് x എന്നല്ലേ. 2 വർഷം മുമ്പുള്ള ആകെ ജനസംഖ്യ x എന്ന് എടുക്കുവാണെങ്കിൽ 2 വർഷം മുൻപുള്ള ആകെ ജനസംഖ്യ x. ആ എക്സിന്റെ എത്ര ശതമാനം വീതം കൂടിക്കൊണ്ടിരിക്കുക? 5% വീതം കൂടിക്കൊണ്ടിരിക്കുക. അതായത് ശതമാനം നമ്മൾ 100-ൽ പറയുന്നു. അതിന്റെ കൂടെ 5 കൂടെ കൂടി എന്ന് പറയുമ്പോൾ 105 എഴുതി. ഇത് എത്ര വർഷത്തെ? അപ്പോൾ 2 വർഷം കഴിഞ്ഞുള്ളതല്ലേ ഈ കിടക്കുന്നത്. ഇത് 2 വർഷം മുൻപ്, ഇത് 1 വർഷം ആയിട്ടുള്ളൂ. ഇനി ഒരു പ്രാവശ്യത്തോടെ ഇവിടെ എന്താ 2 പ്രാവശ്യം എഴുതാനുള്ള കാരണം? എത്ര വർഷത്തെ കേസാണ് പറഞ്ഞിരിക്കുന്നത്? 2 വർഷത്തെ. ആദ്യമേ ഉണ്ടായിരുന്നത് നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് x എന്ന് കൊടുത്തു. 5% കൂടി, അത് 1 പ്രാവശ്യം 1 വർഷത്തേക്കായി. വീണ്ടും 5% കൂടി 2 വർഷത്തേക്കായി. ഇപ്പോൾ ഉള്ളതാണ്, അതിന്റെ വിലയാണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്ര പറ? 17,64,20. 1,76,400. 2 വർഷം മുൻപുള്ളതാണ് ഈ x. ഓരോ വർഷം കൂടുന്തോറും 5 കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ കൂടിക്കൂടി വന്ന വിലയാണ് 1,76,400. ഇനി കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്ത് എന്തിന്റെ വില കണ്ടുപിടിച്ചാൽ മതി? എക്സിന്റെ വില കണ്ടുപിടിച്ചാൽ മതി. ഗുണിക്കുന്നത് ഹരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ താണ്ട് ഇവമാരെ അങ്ങ് കട്ട് ചെയ്യുമോ? 105 100ഉം 5 കൊണ്ട് ഹരിച്ചൂടെ? 105നെ 5 കൊണ്ട് ഹരിച്ചാൽ 21. 100നെ 5 കൊണ്ട് ഹരിച്ചാൽ 20. വീണ്ടും ഇവനെ ഹരിച്ചൂടെ? 21. ഇവനെ ഹരിച്ചൂടെ? 20. നമുക്ക് എന്തിന്റെ വിലയാ? എക്സിന്റെ വിലയാ വേണ്ടുന്നത്. ഈ താഴത്തെ 2 എണ്ണം ഇങ്ങോട്ട് അങ്ങാക്കി 20 × 20 400 എന്നങ്ങ് എഴുതാം. 20 × 20 400. ഇങ്ങോട്ട് 400 എഴുതാം. അത് ആ കിടക്കുന്ന നമ്പർ ഒന്ന് എഴുതുവാണേ. 1,76,400 × 20 × 20 400 അങ്ങ് മേളി വന്നു.
മേളിലുള്ള 21 × 21 അതിവിടെ വരുമ്പോൾ താഴെ ആവത്തില്ലേ? മേളത്തെ സംഖ്യ ഇപ്പുറത്ത് വരുമ്പോൾ താഴത്തെ സംഖ്യ അങ്ങ് മേളിൽ പോയി, മേളത്തെ സംഖ്യ അങ്ങ് താഴെ. 21 × 21 441 അല്ലേ? ഇനി കട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ കട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ലോജിക്ക് പറയട്ടെ. ഇവിടുത്തെ അവസാനത്തൊക്കെ നോക്കിയേ 1 അല്ലേ? ഇവിടെ അവസാനം 0 ഒഴിച്ച് ഇവിടെ അവസാനം കിടക്കുന്നത് 4 അല്ലേ? 0 അങ്ങ് വിട്ടേക്ക് നിങ്ങൾ. ഇവിടെ 4 അല്ലേ കിടക്കുന്നത്? 1നെ 4 ആക്കാൻ 1 4 ആവണമെങ്കിൽ 4 കൊണ്ട് ഗുണിച്ചാൽ പോരെ. ഈ 1നെ നമുക്ക് 4 ആക്കാൻ 4 കൊണ്ട് ഗുണിച്ചാൽ പോരെ. സൈഡിലോട്ട് ഒന്ന് ഗുണിച്ച് നോക്കാം. 441 × 4 4 16 16 1 17. നോക്കിക്കേ 1764. അത് തന്നെ ഇവിടെ കിടപ്പില്ലേ? അപ്പൊ 1764 4 എത്ര പ്രാവശ്യം? 441 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം അല്ലേ? അപ്പൊ ഇവനും ഇവനൂടെ കട്ട് ചെയ്ത് എത്ര എന്ന് കിട്ടി? 400 എന്നായി. ഇവിടെയും 400 എന്നായി. 4 × 4 4 × 4 നമുക്ക് 16 കിട്ടി. എത്ര 0 അവശേഷിക്കുന്നു? ഇവിടെ 2 0, ഇവിടെ 2 0. ആ 2 0 ഇങ്ങോട്ട് എടുത്ത് ആകെ 4 0 ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ പോരെ. 16 എഴുതി 4 0. ക്വസ്റ്റിന്റെ ആൻസറായി. കാര്യം മനസ്സിലായോ? 2 വർഷം മുൻപുള്ളതാണ് എക്സ്. പിന്നെ അങ്ങോട്ട് ഓരോ വർഷം കൂടുന്തോറും 5% കൂടി. 100 105 ആയി. 100 105 ആയി. ഇനി കട്ട് ചെയ്യുന്നതൊക്കെ ശ്രദ്ധിച്ചു. നമ്മൾ അടുത്ത ചോദ്യം നോക്കിയേ. ഈ തന്നിട്ടുള്ള ശ്രേണിയിലെ തെറ്റായിട്ടുള്ള സംഖ്യ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ചിന്തിച്ചോ. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ആദ്യം നോക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്തെങ്കിലും പ്രത്യേകത. ഈ ശ്രേണിയിൽ ഒരെണ്ണം തെറ്റാണെന്നാണ് പറഞ്ഞേക്കുന്നത്. കൂട്ടിയാലോ കുറച്ചാലോ ഗുണിച്ചാലോ ഹരിച്ചാലോ ഒക്കെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നോക്കുക. ഞാൻ പുറകിലോട്ടൊന്ന് വരിക, പുറകിൽ നിന്ന് വരിക, ചിന്തിച്ച് നോക്ക്. ഈ 40 എത്രയായിട്ട് മാറി? 120 ആയില്ലേ? 40 120 ആയി എന്ന് പറയുമ്പോൾ എത്ര കൊണ്ടാണ് ഗുണിച്ചിരിക്കുന്നത്? 3 കൊണ്ട് ഗുണിച്ചു അല്ലേ? 40 120 എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഗുണിക്കുന്നു. ആ 120നെ 3 കൊണ്ട് ഗുണിച്ചിരുന്നെങ്കിൽ ചിന്തിച്ച് നോക്ക്. 120 × 3 ഇങ്ങോട്ടൊന്ന് ഗുണിച്ച് നോക്കാം. 120 × 3 0 6 3 360 ആയിരുന്നു വരേണ്ടത്. ഇവിടെ 3 കൊണ്ട് ഗുണിച്ചിരുന്നെങ്കിൽ വരേണ്ടത് എത്രയായിരുന്നു? 360 ആയിരുന്നു. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് 362. ശരിയാണോ? നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല, നോക്കാം നമുക്ക്. ഇനി അടുത്തത് ഈ 360 ആയിരുന്നു ഇവിടെ വരേണ്ടതെങ്കിൽ ആ 360നെ 3 കൊണ്ട് ഗുണിച്ചിരുന്നെങ്കിൽ 360 × 3 ചെയ്തിരുന്നെങ്കിൽ 360 × 3 0 8 10 1080. അത് തന്നെയല്ലേ കിടക്കുന്നത്? ആ 1080നെ 3 കൊണ്ട് ഗുണിക്കുമ്പം 1080 × 3 നോക്ക്. 1080 × 3 0 8 24 2 3 3240. അത് തന്നെയല്ലേ ഇവിടെ കിടക്കുന്നത്? അപ്പൊ ഇവിടെ ഇങ്ങോട്ട് എത്ര വീതം ഗുണിച്ചു വന്നേക്കുക? 3 വീതം ഗുണിച്ചു വന്നേക്കുക. പക്ഷേ ഇവിടെ ഒരു നമ്പർ അവർ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ തെറ്റായിട്ടുള്ളത് കണ്ടുപിടിക്കാനല്ലേ. ഏത് നമ്പറാണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്? 362. പക്ഷെ നമ്മൾ എഴുതേണ്ടത് ഒറിജിനൽ വരേണ്ടത് എത്ര ആയിരുന്നു? 360 ആയിരുന്നു. അപ്പൊ നമ്മുടെ ആൻസർ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്ന നമ്പർ 362. ഇവിടുന്ന് വരുമ്പോൾ ഗുണിച്ച് ഇവിടുന്ന് അങ്ങോട്ടാണെങ്കിൽ ആ ഗുണിക്കുന്നതിന് പകരം ഹരിച്ചാൽ മതി. 3240നെ 3 കൊണ്ട് ഹരിക്കുമ്പം 1080. 1080നെ 3 കൊണ്ട് ഹരിക്കുമ്പം 360. ആ 360നെ 3 കൊണ്ട് ഹരിച്ചിരുന്നെങ്കിൽ 120. ആ 120നെ 3 കൊണ്ട് ഹരിച്ചിരുന്നെങ്കിൽ 40. അവർ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് 362. ആൻസർ 362. നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ കാര്യങ്ങൾ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.